അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളെ പണക്കാരനാക്കിയും പാവപ്പെട്ടവനാക്കിയും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പല ആൾക്കാരും കടം മേടിക്കുന്നവരും കടമില്ലാത്തവരുമായിട്ട് ഈ ലോകത്ത് വളരെ ആൾക്കാർ കുറവാണ്. അപ്പോൾ കടം കൊടുത്ത് തൻ്റെ സഹോദരനെ സഹായിക്കൽ ഒരു പുണ്യമായ അമലാണ്. കടം മേടിച്ചവൻ കടം വീട്ടാൻ മാർഗമുണ്ടെങ്കിലും കടം വീട്ടാതിരിക്കൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. കടം തന്നവൻ അന്വേഷിച്ച് കുറേ നാൾ കഴിയുമ്പോൾ കടം മേടിച്ചവൻ്റെ വീട്ടിലെത്തുമ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞേൽപ്പിക്കും. അല്ലെങ്കിലോ പിറ്റേ ദിവസം അവൻ അന്വേഷിച്ച് വീണ്ടും വരുമ്പോഴേ കഥ അടച്ച് വീട്ടിലിരിക്കും. എന്നിട്ട് ആരുമില്ല എന്ന് പറയാൻ മറ്റുള്ളവരോട് പറയും. അല്ലെങ്കിൽ കടം മേടിച്ചയാൾ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ വീട്ടിലുള്ളവരോട് പറയും. അതും വളരെ തെറ്റാണ്. നമ്മൾ എത്ര നാളിങ്ങനെ ഒളിച്ചിരിക്കും? കടം മേടിച്ചാൽ, കടം അത്യാവശ്യത്തിന് നമ്മൾ മേടിച്ചാൽ നമുക്ക് ഒരാൾ തന്നാൽ നമ്മൾ തിരിച്ച് അത് ആവശ്യത്തിന് കൊടുത്തിരിക്കണം. നമുക്ക് കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു തആല നമുക്ക് തന്നാൽ കടം മേടിച്ചവൻ അത് കൃത്യസമയത്ത് അത് കൊടുത്തിരിക്കണം. അതാണ് ഇസ്ലാമിക നിയമം. പിന്നെ കടം വീട്ടാൻ മാർഗമുണ്ടെങ്കിലും കടം വീട്ടാതെ കടം മേടിച്ചവൻ അത് കൊടുക്കാതെ, കടം തന്നാൽ നമുക്ക് നമ്മളെ സഹായിച്ചവനത് തിരിച്ചു കൊടുക്കാതെ നമ്മൾ സമയം തള്ളിക്കളയൽ, അത് ഒളിച്ചിരിക്കൽ, കാത്തിരിക്കൽ, ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൽ അത് നമുക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ കടം മേടിച്ചു, നമ്മൾ ആവശ്യങ്ങളെല്ലാം നടന്നു, തിരിച്ചു കൊടുക്കാൻ യാതൊരു മാർഗവും നമുക്ക് കാണുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരൊറ്റ അനുഗ്രഹമല്ലാതെ, ഒരൊറ്റ സഹായമല്ലാതെ നമുക്കില്ല, യാതൊരു മാർഗവും എനിക്കില്ല എന്ന് അവൻ മനസ്സുകൊണ്ട് കരുതിയാൽ, അവന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ കടം വീട്ടാനുള്ള ഒരുപാട് മാർഗങ്ങളും വഴികളും അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുർആൻ ഓതിയാൽ കടം വീട്ടും എന്നല്ല അള്ളാഹ് പറഞ്ഞത്. കടം ഓതി ദുആ ചെയ്താൽ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തആല അവരെ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ നിസ്കാരമുള്ളവരാണെങ്കിൽ നിസ്കരിച്ചതിനു ശേഷം ഓതി ദുആ ചെയ്യുക. എന്തൊക്കെയാണ് ഓതേണ്ടത്? സൂറത്തു ആലി ഇംറാനിലെ 26-ാമത്തെ ആയത്ത്. സൂറത്തു ആലി ഇംറാനിലെ 26-ാമത്തെ ആയത്ത് 7 തവണ വീതം നിസ്കാരമുള്ളവരാണെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം 7 തവണ വീതം ഓതി ദുആ ചെയ്യുക. 26-ാമത്തെ ആയത്ത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ എന്ന് തുടങ്ങുന്ന ആയത്ത് 7 തവണ വീതം ഓതി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല കടം വീട്ടാനുള്ളൊരു വഴി, ഒരു മാർഗം അവൻ തുറന്നു തരും, അവൻ കാണിച്ചു തരും. അതിനുശേഷം ഓരോ നിസ്കാരത്തിന് ശേഷവും 3 ആയത്തുൽ കുർസി ഓതുക. 3 ആയത്തുൽ കുർസി ഓതിയതിനു ശേഷം സൂറത്തുൽ അഅറാഫിൻ്റെ 54, 55, 56 ആയത്തുകൾ അതും 7 തവണ വീതം ഓതി ദുആ ചെയ്യുക. ഇന്നല്ലാഹ റബ്ബക്കുമുല്ലദീ റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാര യത്ലബുഹു ഹസീസൻ വശംസ വൽ ഖമറ വൻ-നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവിടുന്ന് താഴോട്ടുള്ള 2 ആയത്ത്. അങ്ങനെ 3 ആയത്തും 7 തവണ വീതം ഓതി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികൾക്ക് അവൻ്റെ മഹളായ ഫള് കൊണ്ട് കടം വീട്ടാനുള്ള വഴി കാണിച്ചു തരും. അതിനുശേഷം സമയമുള്ളവരാണെങ്കിൽ സൂറത്തു ആലി ഇംറാൻ സൂറത്ത് ഒരെണ്ണം വീതം 13 ദിവസം ഓതി ദുആ ചെയ്താൽ മതി. ഒരുപാട് ദിവസമൊന്നും ഓതണ്ട. ആലി ഇംറാൻ സൂറത്ത് 1 വീതം 13 ദിവസം, ഒന്നെങ്കിൽ സുബഹ് കഴിഞ്ഞിട്ടോ അസ്ർ കഴിഞ്ഞിട്ടോ ളുഹ്ർ കഴിഞ്ഞിട്ടോ മഗ്രിബ് കഴിഞ്ഞിട്ടോ ഇശ കഴിഞ്ഞിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ ഓതിയാൽ മതി. ഒരെണ്ണം വീതം 13 ദിവസം ഓതി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ 2 കൈകളും നീട്ടി ദുആ ചെയ്താൽ ഉഹദ് മല പോലെ
പർവ്വതം പോലെ നമ്മുടെ കടം കുമിഞ്ഞു കൂടിയാലും കുന്നുകൂടിയാലും പരിശുദ്ധ ഖുർആൻ്റെ ഹക്കൂന്ന് അത് വിടാനുള്ള വഴി അള്ളാഹു തആല കാണിച്ചു തരും. അതുകൊണ്ട് കടത്തിൻ്റെ പേരും പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട, കടക്കാർ വരുമ്പോഴേ ഒളിച്ചിരിക്കേണ്ട, പാത്തിരിക്കേണ്ട, കളവ് പറയേണ്ട. എല്ലാം പരിശുദ്ധ ഖുർആൻ്റെ ഹക്കൂണ്ട് അള്ളാഹു തആല അതിനുള്ളൊരു വഴി നമുക്ക് തുറന്നു തരും. പരിശുദ്ധ ഖുർആൻ്റെ ഹക്കൂണ്ട് നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിത്തന്ന് നമ്മളെ റാഹത്തിലാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.